ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്തിലെ 11, 12, 13 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 397. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വലയഅലമന്ന, ഇവിടെ ഐനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യമാണ് ഐനിന്റെ മഖ്റജ്. ഐൻ എന്ന അക്ഷരത്തിന്റെ ഉത്ഭവസ്ഥാനം. ഐനിന് തവസ്സുത്ത് എന്ന ഒരു സിഫത്ത് അല്ലെങ്കിൽ ബൈനിയ എന്ന ഒരു സിഫത്ത് നൽകപ്പെടുന്നുണ്ട്. അതായത് കൂടുതൽ ശക്തി കൊടുക്കുകയോ എന്നാൽ പൂർണ്ണമായും അയവ് വരുത്തുകയോ ചെയ്യാതെ വലയഅലമന്ന എന്ന് പാരായണം ചെയ്യുക. അതുപോലെ യഅലമന്ന എന്ന് ശബ്ദത്തെ പിടിച്ചു വെച്ച് ശക്തി കൊടുത്തുകൊണ്ടാവരുത്. ആ അവസ്ഥക്കാണ് ഷിദ്ദ എന്ന് പറയുക. ഷിദ്ദത്തില്ലാതെ ലൂസാക്കി അല്പം അയവ് വരുത്തിക്കൊണ്ട് ഓതുക. ഈ പദത്തിൽ വന്നിട്ടുള്ള നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സൂചിപ്പിച്ച കാര്യമാണ്. സൂറത്തുൽ അൻകബൂത്തിലെ ആദ്യത്തെ കുറെ വചനങ്ങൾ തുടർച്ചയായി നൂൻ മുഷദ്ദദ വന്നിട്ടുള്ള വചനങ്ങളാണ്. വലയഅലമന്ന, പ്രത്യേകിച്ചും നൂന് തഅക്കീദാണ്. വ്യാകരണപരമായി അതിന് പേര് നൽകപ്പെടുന്നത് നൂന് തഅക്കീദ് എന്നാണ്. 13ഓളം ആയത്തുകളിൽ നൂന് തഅക്കീദ് തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ പദം ഈ വചനത്തിൽ തന്നെ ആവർത്തിക്കുന്നു. വലയഅലമന്നല്ലാഹു, അള്ളാഹു എന്ന ഇസ്മുൽ ജലാല, ഇതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ പാരായണം ചെയ്യണം, തഫ്ഖീം ചെയ്യണം. അള്ളാഹു, ഇതിൽ ലാമിന്റെ മഖ്റജിൽ യാതൊരു മാറ്റവും ഉണ്ടാവരുത്. ല എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് തഫ്ഖീമോട് കൂടിയുള്ള ശബ്ദവും വരേണ്ടത്. വലയഅലമന്നല്ലാഹു الذين آمنوا وليعلمن الله الذين آمنوا. ഇതുവരെയായി തഫ്ഖീം ചെയ്യേണ്ടത് വെറും ഒരു അള്ളാഹു എന്ന പദത്തിലെ ഇസ്മുൽ ജലാലയിലെ ലാമിന് മാത്രമാണ്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. എല്ലാം തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. വീണ്ടും സൂചിപ്പിച്ച പോലെ ആവർത്തിക്കുകയാണ്. വലയഅലമന്ന, മുഷദ്ദദ മണിക്കുക, 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്നത്ത് നൽകുക. അൽ മുനാഫിഖീൻ, ഇതിൽ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം. ഖാഫിന് കസ്റ ആയതുകൊണ്ട്, വികാരം നൽകപ്പെട്ടതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകുക. അതല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും ഈ വചനത്തിൽ സൂചിപ്പിച്ച പോലെ അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനും ഒഴിച്ച് എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്, നേർപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് നൽകുന്നത്. വലയഅലമന്നൽ മുനാഫിഖീൻ വഖാലല്ലദീന കഫറൂ. വഖാല, ഖാഫിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാ എന്ന ശബ്ദം ദീർഘത്തിലും ആ തഫ്ഖീം നിലനിൽക്കുകയാണ്. വഖാലല്ലദീന കഫറൂ, റാഇന് തഫ്ഖീം കൊടുക്കുക. കഫറൂ, കഫറൂ എന്ന് കാഫിന് തഫ്ഖീം ആണ്. കഫറൂ, ഷിദ്ദത്തും ഹംസും ഒക്കെയുള്ള അക്ഷരമാണ് കാഫ്. വഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനു اتبعوا للذين آمنوا
ആമനു എന്നതിലെ വാവിന്റെ ഉച്ചാരണം ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാവുകയില്ല. കാരണം ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി വാവിനെ കളയുകയാണ്. ലില്ലദീന ആമനു ഇത്തബിഉ സബീലനാ ഇത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും. വൽനഹ്മിൽ ലാമിനെ ഇദ്ഹാർ ചെയ്യണമെന്നതാണ് നിയമം. ലാം സാക്കിൻ ലാം ഇവിടെ ലാമുൽ ഫിഅൽ എന്നാണ് അതിന് പറയുക. എന്തായിരുന്നാലും ആ ലാമിന് ഇദ്ഹാർ കൊടുക്കുക. നൂനിലേക്ക് ഇദ്ഗാമായി വന്നഹ്മിൽ നായിപ്പത് വൽ വൽനഹ്മിൽ അന്ത്യത്തിൽ വന്ന ലാം അതും എന്താണ് ഇദ്ഹാറിന്റെ തന്നെയാണ്. വൽനഹ്മിൽ ഖതായാകും. ഖാഇന് തഫ്ഖീം, ത്വാഇന് തഫ്ഖീം, ത്വാഇന്റെ ദീർഘം അലിഫ് അതിനും തഫ്ഖീം. അപ്പോൾ എന്ന് പറയുമ്പോൾ അലിഫിന്റെ തർക്കീഖ് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഖതാ എന്ന അലിഫും യാ എന്ന അലിഫും, കാരണം യാ തർക്കീഖിന്റെ അക്ഷരമാണ്, ഇസ്തിഫാലിന്റെ ഹർഫാണ്. ത്വാ ഇസ്തിഅലാഇന്റെ ഹർഫാണ്. അപ്പോൾ ഖതായാകും വൽനഹ്മിൽ ഖതായാകും വമാ ഹും ബിഹാമിലീൻ. വമാ ഹും ഖതായാകും വമാ ഹും. ഖതായാകും എന്നതിലെ സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാവിന് മുമ്പിലായതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ശേഷം വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ വൽനഹ്മിൽ ഖതായാകും വമാ ഹും ബിഹാമിലീൻ. അവിടെ സാക്കിനത്ത മീമിനെ ബാ ശേഷം വന്നതുകൊണ്ട് ഇഖ്ഫ ഷഫവി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. വമാ ഹും ബിഹാമിലീൻ. ഇങ്ങനെയുള്ള ഈ ഉച്ചാരണത്തിലാണ് ഇഖ്ഫ ഷഫവി എന്ന് പറയുന്നത്. ബിഹാമിലീന മിൻ ഖതായാഹും. മിൻ എന്നതിലെ സാക്കിനത്ത നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഇൽഹാർ ഹൽഖി ശേഷം വന്ന ഖാ ഹൽഖിന്റെ അക്ഷരമാണ്. മിൻ ഖതായാഹും. ഖാഇനും ത്വാഇനും ത്വാഇന്റെ അലിഫിനും തഫ്ഖീം കൊടുക്കണം. മിൻ ഖതായാഹും മിൻ ഷൈ. ഖതായാഹും എന്നതിലെ മീം സാക്കിനത്ത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി, അതല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നും അതിന് പേര് പറയാം. മീൻ ഷൈ എന്ന് പറയുമ്പോൾ സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. അപ്പോൾ മിൻ ഖതായാഹും മിൻ ഷൈ. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ദീർഘം വരുന്നു. ആ ദീർഘം മദ്ദുല്ലീനാണ്, പക്ഷെ അതിന് മദ്ദ് ആരിദിന്റെ വിധിയാണ്. വഖഫിന് വേണ്ടി 4 ഹറക്കത്തിന്റെ അളവിൽ മിതത്വം സ്വീകരിക്കാം, അതാണ് നല്ലത്. ഇനി അതല്ല 6 ഹറക്കത്തിന്റെ അളവിൽ പൂർത്തിയാക്കാം. അതുമല്ലെങ്കിൽ 2 ഹറക്കത്തിന്റെ അളവിൽ ഒതുക്കുക. മീൻ ഷൈ എന്ന് 2 ഹറക്കത്ത്, അല്ലെങ്കിൽ ഷൈ. അതാണ് ശരിയായ രീതി. അതായത് കൂടുതലല്ല, 2 ഹറക്കത്തിന്റെ അളവിൽ 4 ഹറക്കത്തിന്റെ അളവിൽ മിതത്വം സ്വീകരിക്കുക. ഇന്നഹും ലകാദിബൂൻ. ഇന്നഹും നൂൻ മുശദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഇന്നഹും അന്ത്യത്തിൽ വന്ന സാക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ലകാദിബൂൻ. ഇതിലൊക്കെയും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ ഹർഫിനും തഫ്ഖീം നൽകപ്പെടുന്നില്ല. ഇന്നഹും ലകാദിബൂൻ. വലയഹ്മിലുന്ന.
സൂചിപ്പിച്ച പോലെ വീണ്ടും നൂൻ മുഷദ്ദദ വന്നിരിക്കുന്നു. ശ്രദ്ധ നൽകപ്പെട്ട നൂൻ, ആ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയഹ്മിലുന്ന മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കുക. 2 ഹറക്കത്തിന്റെ അളവിൽ ഉന്നത്ത് നൂൻ മുഷദ്ദദ. അസ്ഖാലഹും വഅസ്ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. അസ്ഖാലഹും ലഹും എന്നതിലെ സാക്കിൻ തമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. അവ്യക്തമാവാൻ അസ്ഖാലഹും വഅസ്ഖാല വഅസ്ഖാലം മഅ അസ്ഖാലിഹിം. അവിടെ വഅസ്ഖാലൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. വഅസ്ഖാലം മഅ അസ്ഖാലിഹിം. ഇവിടെ അസ്ഖാൽ എന്ന പദത്തിൽ ആവർത്തിച്ച് ഖാഫും അതിന്റെ ദീർഘാക്ഷരമായ അലിഫും വരുന്നുണ്ട്. തഫ്ഖീം നൽകുകയാണ് വേണ്ടത്. വലയുസ്അലുന്ന വീണ്ടും നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലയുസ്അലുന്ന യൗമൽ ഖിയാമ. ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് മക്സൂറത്തായ ഖാഫ് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കണം. യൗമൽ ഖിയാമത്തി അമ്മ. മീം മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീമുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അമ്മ കാനൂ യഫ്തറൂൻ. അമ്മ കാനൂ യഫ്തറൂൻ. യഫ്തറൂൻ ശ്രദ്ധിച്ചു ഉച്ചരിക്കണം. താഴെ ചുണ്ടിന്റെ മധ്യഭാഗവും മേലെ പല്ലിന്റെ അറ്റവുമാണ്, മേലെ മുൻപല്ലിന്റെ അറ്റവുമാണ് ഫാഇന്റെ മഖ്റജ്. യഫ്തറൂൻ. റാഇന് തഫ്ഖീം കൊടുക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാ, ത ഇതൊക്കെ മഹ്മൂസായ അക്ഷരങ്ങളാണ്. ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وليعلمن الله الذين آمنوا وليعلمن المنافقين. وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء إنهم لكاذبون. وليحملن أثقالهم وأثقالا مع أثقالهم وليسألن يوم القيامة عما كانوا يفترون.